ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സ്ലീഹാകാലം 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തിരുസഭാ മാതാവ് ഇന്നത്തെ വചനവിചിന്തനത്തിനായിട്ട് നൽകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഏറെ സുപരിചിതമായിട്ടുള്ളൊരു സുവിശേഷ ഭാഗമാണ്. ഈ സുവിശേഷം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള വ്യാഖ്യാനവും ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഒന്ന്, ഉത്കണ്ഠകൾ ഒഴിവാക്കുക. രണ്ടാമത്തെ സന്ദേശമായിട്ട് പറയുന്നത് ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. മൂന്നാമതായിട്ട് സമ്പത്തിനോടുള്ള ആസക്തി ഇല്ലാതാക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ജീവിത വ്യഗ്രത എന്ന് പറയുന്നത് ജീവിതത്തെ കാർന്നു തിന്നുന്ന ഒരു രോഗമാണ്. അതുകൊണ്ടാണ് ഇന്ന് പലരും അസംതൃപ്തരായിട്ട് ജീവിക്കുന്നത്. ഇവിടെയാണ് ഈ സുവിശേഷത്തിന്റെ പ്രസക്തി നിലകൊള്ളുന്നത്. ഈശോ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. വിശ്വപ്രസിദ്ധനായിട്ടുള്ള ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഉപദേശങ്ങളും സന്ദേശങ്ങളും ഒക്കെ ഏറെ ഉപകാരപ്രദമായിട്ടുള്ളതും ഏറെ ഹൃദ്യവുമാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്. എന്നിട്ട് ബെഞ്ചമിനോട് ചോദിക്കുകയാണ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഒരാൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ, സന്തോഷമായിട്ട് ജീവിക്കാൻ എത്രമാത്രം സമ്പത്ത് ആവശ്യമുണ്ട്? അദ്ദേഹം അതിന് ഉത്തരം കൊടുക്കുന്നില്ല. എന്നിട്ട് ഈ അമ്മയെയും കുഞ്ഞിനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഊട്ടുമുറിയിലേക്ക് പോവുകയാണ്. ഊട്ടുമുറിയിൽ അദ്ദേഹത്തിൻ്റെ മേശയിലുള്ള ആപ്പിൾ കൂടയിൽ നിന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു ആപ്പിൾ എടുത്ത് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. കുഞ്ഞിന് വലിയ സന്തോഷമായി. ആ 2 കൈ നീട്ടി ആ കുഞ്ഞ് ആ ആപ്പിൾ സ്വീകരിക്കുകയാണ്. കുഞ്ഞിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. ഉടനെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വീണ്ടും ഒരു ആപ്പിൾ എടുത്ത് ആ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് നേരത്തെ എടുത്ത ആപ്പിൾ ഇടത്ത് കൈയിൽ പിടിച്ച് വലത് കൈ കൊണ്ട് രണ്ടാമത്തെ ആപ്പിളും സ്വീകരിച്ച് വളരെ സന്തോഷം കൊണ്ട് ആ കുഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ തന്നെ ബെഞ്ചമിൻ ചെയ്ത മറ്റൊരു കാര്യം, വീണ്ടും ഒരു ആപ്പിൾ ആ കുഞ്ഞിന് കൊടുക്കുകയാണ്. ആ കുഞ്ഞ് 2 കൈയും കൂട്ടിപ്പിടിച്ച് ആപ്പിൾ കൂട്ടിപ്പിടിച്ച് ആ ആപ്പിൾ മേടിക്കുന്നുണ്ട്. പക്ഷെ ആപ്പിൾ താഴെ വീണ് പോവുകയാണ്. ഭയങ്കര സങ്കടമായി കുഞ്ഞിന്. താഴെ വീണ് പോയല്ലോ ആപ്പിള്, പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ വീണ്ടും ഫ്രാങ്ക്ലിൻ 4ാമതൊരു ആപ്പിള് ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. കുട്ടിക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. കുട്ടി വാവിട്ട് കരയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ഇന്ന് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ദൈവം നൽകുന്ന സമ്പത്ത് അത് നമ്മുടെ കരങ്ങളിലുണ്ട്. പക്ഷേ അതില്ലാതെ നമ്മൾ മറ്റ് സമ്പത്ത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത വ്യഗ്രതയാണ് അതിൽ വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആ അമ്മയോട് ചോദിച്ചു, ഈ സഹോദരി, നിങ്ങൾ ഈ കുഞ്ഞിനെ ശ്രദ്ധിച്ചോ? ആദ്യത്തെ ആപ്പിൾ 2 കൊടുത്തപ്പോൾ നല്ല സന്തോഷമായിരുന്നു. പക്ഷെ 3ാമത്തെ ആപ്പിൾ കൊടുത്തപ്പോൾ അത് താഴെ വീണപ്പോൾ കുട്ടിക്ക് സങ്കടമായി. 4ാമത്തെ ആപ്പിൾ കൊടുത്തപ്പോൾ ആ കുട്ടി കരയുകയാണ്. എന്തിനാണ് ആ കുട്ടി കരഞ്ഞത്? കുട്ടിയുടെ കയ്യിൽ അത് ഉൾക്കൊള്ളാനായിട്ടുള്ള കഴിവില്ല. ഇതുപോലെ തന്നെയാണ് മനുഷ്യന് ദൈവം സമ്പത്ത് നൽകിയിട്ടുണ്ട്. അവന് ജീവിക്കാനുള്ള അവൻ്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള സമ്പത്തുണ്ട്. അതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാനാണ് ഈശോ പറയുന്നത്. എന്നിട്ട് ഈശോ പറഞ്ഞു വെക്കുകയാണ്, സുവിശേഷത്തിൽ പറയുന്നത്, നോക്കുക, കാക്കകളെ നോക്കുക, ലില്ലികളെ നോക്കുക, പുല്ലിനെ നോക്കുക. ഇത്രമാത്രം ദൈവം അതിനെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ എത്രമാത്രം അവിടെ നിന്ന് അലങ്കരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ദൈവപരിപാലനയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം ഈ സുവിശേഷ ഭാഗം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് ഇറങ്ങേണ്ടത്. 3 കാര്യങ്ങളാണ് ഇന്ന് ഈശോ പറഞ്ഞു വെച്ചത്. 1, ഉത്കണ്ഠകൾ ഒഴിവാക്കുക. 2, ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുക. 3, സമ്പത്തിനോടുള്ള ആസക്തി ഇല്ലാതാക്കുക. ഈ 3 കാര്യങ്ങൾ ഇന്നത്തെ സുവിശേഷത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷമുള്ള ജീവിതമായി മാറും. അതിന് ദൈവം ധാരാളം സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.